ഹായ് ഗായ്സ്, ഇന്ന് ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 5:30 ആയപ്പോൾ എഴുന്നേറ്റു. അപ്പോൾ ആദ്യം തന്നെ അരിക്ക് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൈസ് കുക്കറിലാണ് കേട്ടോ ചോറിടുന്നത്. അപ്പോൾ ഇടയ്ക്ക് അടുപ്പിലും കത്തിക്കും. അപ്പോൾ അങ്ങനെയാണ്. അതിനുശേഷം ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ 5:30 ആയിട്ടും നേരമൊന്നും വെളുത്തിട്ടില്ല, നല്ല ഇരുട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ചപ്പാത്തിയും കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ രാവിലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ അതിന് ശേഷം കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് കേട്ടോ. എല്ലാ ദിവസവും ഇതേപോലെ ഒന്നും ആവില്ല. ചിലപ്പോൾ നേരം വൈകി നീക്കും, ചിലപ്പോൾ നേരത്തെ നീക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന് ശേഷം അരി കഴുകിയിടാൻ പോവാണ്. അപ്പോൾ അരി ഒന്ന് ഒറ്റ തിളച്ചിട്ട് അത് റൈസ് കുക്കറിലേക്ക് എടുത്ത് വെച്ചാൽ 11 മണിയാകുമ്പോഴത്തേനും ചോറ് റെഡിയാകും കേട്ടോ. അപ്പോൾ ചപ്പാത്തി നമ്മളവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം കടലക്കറിക്കുള്ള ഉള്ളിയും അതുപോലെ തന്നെ തക്കാളിയും വെളുത്തുള്ളിയൊക്കെ അരിയാന്നുള്ള പണിയാണ് കേട്ടോ അടുത്തത്. അപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേനും നേരം വെളുത്ത് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം എന്നും രാവിലെ ഇങ്ങനെ തന്നെയാണ്. 7 മണിയാകുമ്പോഴേ ശരിക്കും നേരമൊക്കെ പുലർന്ന് വരുള്ളൂ അല്ലേ. അപ്പോൾ ഇതവിടെ കടലക്കറിക്കുള്ള ഉള്ളി കരിഞ്ഞ് വെക്കുന്നുണ്ട്. അതൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിൽ കടല വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അടുത്ത പണിയെന്ന് പറയുന്നത്. അപ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ചപ്പാത്തിക്ക് കടലക്കറി ആണെങ്കിൽ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമാണ് കേട്ടോ. അതേപോലെ തന്നെ മുട്ടക്കറി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, എല്ലാവരും കഴിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അതിലേക്ക് ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ റെഡി ആകുമ്പോൾ തന്നെ ചപ്പാത്തിക്കുള്ള ഇത് വെച്ചിട്ട് ചപ്പാത്തി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ രണ്ടൊപ്പം കഴിയുമല്ലോ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ അടുപ്പ് കത്തിക്കലാണ് പണി. അതൊന്ന് കത്തിപ്പിടിച്ച് കിട്ടണമെങ്കിലുള്ള പണി വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ അതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേനും നേരമൊക്കെ വെളുത്ത് വന്നപ്പോൾ ഒരാൾ ഇവിടെ എണീറ്റ് വന്നിട്ടുണ്ട്. ആൾ 7 മണി 7:30 ആകുമ്പോഴത്തേനും എഴുന്നേൽക്കും കേട്ടോ. അതിന് ശേഷം പിന്നെ ആളെ പുറത്തൊക്കെ ഒന്ന് കൊണ്ട് നടക്കണം. ആൾക്ക് പുറത്തുള്ള കിളികളെയും അതുപോലെ തന്നെ ഈ രാവിലത്തെ ഇതൊക്കെ ഒന്ന് കാണണം. അതിന് ശേഷം ഒരു 7:30 8 മണിയൊക്കെ ആയപ്പോഴത്തേനും കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. പിന്നെ ഇന്ന് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉച്ചയ്ക്ക് ചിക്കനാണ്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ അടുപ്പിൽ കയറ്റിയിട്ട് വന്ന് നോക്കിയപ്പോൾ ഇവിടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആളത് നല്ലോണം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ.